നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വൈകുന്നേരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് പുതുവർഷത്തിലാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. വളരെ ഐശ്വര്യപൂർണമായ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു വർഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പുതുവർഷത്തിലെ ആദ്യത്തെ നേരം വൈകുന്നേരത്തിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം 2025 അവസാനം വീണ്ടും ബംഗ്ലാദേശ് വലിയ രീതിയിൽ കലുഷിതമായിരുന്നു. അത് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അത് ഇന്ത്യയിലേക്കും പടരുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ. അത് മറ്റൊരു തരത്തിൽ ഇന്ത്യയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് വരുന്നത്. ഷാരൂഖ് ഖാനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഹിന്ദു യുവാവിന് നേരെ വീണ്ടും ആൾക്കൂട്ടാക്രമണം ബംഗ്ലാദേശിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ രൂപപ്പെടുന്നത്. മർദ്ദിച്ച ശേഷം തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ഈ ഹിന്ദു യുവാവിനെ. ആ യുവാവ് കുളത്തിലേക്ക് ചാടിയതിനാൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബംഗ്ലാദേശിലെ ഈ അസ്ഥിരതയും ന്യൂനപക്ഷ വേട്ടയും ഇന്ത്യയിലും അലയടിക്കാൻ തുടങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഇന്നത് ഷാരൂഖ് ഖാനെതിരായ ഭീഷണിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാരൻ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയതിനാണ് ഷാരൂഖ് ഖാനെതിരായ പ്രതിഷേധം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മുൻ MLA സംഗീത് സിംഗ് സോമാണ് താരത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഷാരൂഖ് ഖാന്റെ നാവ് പിഴുതെടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദു മഹാസഭ നേതാവ്. അങ്ങനെ ഒരു ഭീഷണി കൂടി ഷാരൂഖ് ഖാനെതിരെ ഉയരുന്ന സാഹചര്യമാണ്. ബംഗ്ലാദേശിലെ ശരിയത്പൂർ ജില്ലയിലാണ് പുതുവത്സര ആഘോഷത്തിനിടെ വീണ്ടും ഹിന്ദു മതവിശ്വാസിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. അക്രമികൾ ഇയാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഖൊക്കോൺ ചന്ദ്രദാസ് എന്നതാണ് ഇയാളുടെ പേര്. ഇയാൾ ജീവന് വേണ്ടി ഇപ്പോഴും മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേർഭംഗ ബസാറിനടുത്തുള്ള ദാമുദ്ര പ്രദേശത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ അകലെ ശരിയത്പൂർ ജില്ലയിലായിരുന്നു ഈ ക്രൂരമായ ആക്രമണം നടന്നത്. വ്യാപാരിയാണ് ഖൊക്കോൺ ചന്ദ്രദാസ്. അദ്ദേഹത്തിന്റെ കട പൂട്ടി വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് മുഖംമൂടി ധരിച്ച ചില അജ്ഞാതർ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയത്. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തിയും മറ്റായുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഖൊക്കോൺ ചന്ദ്രദാസിന്റെ വയറ്റിൽ ഗുരുതരമായ കുത്തേറ്റു. ഇതിന് പിന്നാലെ അക്രമികൾ ഇയാളുടെ തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമവും നടത്തി. ആ മരണവെപ്രാളത്തിൽ ഓടിയ ദാസ് സമീപം കണ്ട ഒരു കുളത്തിൽ ചാടി. അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇയാളെ സമീപവാസികൾ അടുത്തുള്ള പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിശദമായ ചികിത്സയ്ക്ക് ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഒരു കണ്ണിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. അക്രമികളെ തിരിച്ചറിയാതിരിക്കാനാണ് തലയിൽ തീയിട്ടതെന്നാണ് നിഗമനം. തങ്ങൾ സാധാരണ കുടുംബമാണ്, ആരോടും ഒരു ശത്രുതയും ഇല്ലാത്തവരാണ് തങ്ങൾക്ക് എന്താണ് ഈ ഗതി വന്നത് എന്നതാണ് ഖൊക്കോൺ ചന്ദ്രദാസിന്റെ ഭാര്യ സീമാദാസ് എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട തുടങ്ങിയിട്ട് കുറേയധികം ദിവസമായി. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അക്രമികൾ ആരെന്ന തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അത് എങ്ങും എത്താത്തൊരു സാഹചര്യമാണ്. ഈ കലാപം അടിച്ചമർത്തുന്നതിന് പോലുമുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ട്. ഇന്ത്യക്കെതിരായ ആസൂത്രിതമായ നീക്കം എന്ന നിലയിൽ പോലും ബംഗ്ലാദേശിലെ ഇപ്പോൾ വികസിച്ചു വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് തുടർച്ചയായി ഈ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഖൊക്കോൺ ദാസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. 2 ആഴ്ചക്കിടെ ഇതുപോലെ നടക്കുന്ന
നാലാമത് സംഭവം കൂടിയാണ്. നമുക്കറിയാം ദിബു ചന്ദ്രദാസ് ആദ്യം കൊല്ലപ്പെട്ട ഒരു ഹിന്ദുവാണ്. അമൃത് മൊണ്ടാൽ എന്നീ 2 യുവാക്കൾക്ക് ഈ ആൾക്കൂട്ടാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കുണ്ടായിരുന്നു. അതിൽ 4 സംഭവങ്ങൾ വളരെ അതിക്രൂരമായിരുന്നു. തെരഞ്ഞു പിടിച്ചവരെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലും ഇതിനെതിരെ ശക്തമായ ഒരു വികാരം ഉയർന്നു വരാൻ ഇടയാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ മുന്നിൽ ഒക്കെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച രാജ്യത്തിനകത്തും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി പ്രതിനിധി ഷരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിരുന്നത്. അന്നു മുതലാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപം രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഇന്ത്യ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ആ പോര് തുടരുന്നത്. ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഹാദിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നിൽ ഇന്ത്യ എന്ന ഒരു ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ടയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു ഹാദിയുടെ കൊലപാതകം നടക്കുന്നത്. തുടർന്ന് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം അവിടെ നടക്കുമ്പോൾ ഇന്ത്യയിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി വഴിവെക്കുകയാണ്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് വൻ പ്രതിഷേധ പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് ആ പ്രതിഷേധം നടന്നത്. ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒക്കെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ സംഘടന ഉയർത്തിക്കാട്ടിയിരുന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നു വരികയായിരുന്നു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ക്രമാനുഗതമായി വഷളാകുന്നതിൽ പ്രതിഷേധക്കാർ വലിയ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമായും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ഭീഷണിയാണ് അവർ ഉയർത്തിക്കാട്ടിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാരൂഖ് ഖാനെതിരായ പ്രതിഷേധം കൂടി ഉണ്ടാകുന്നത്. എന്താണ് അതിലേക്ക് നയിച്ച സംഭവം എന്ന് നോക്കിയാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമയായ ഷാരൂഖ് ഖാൻ ബംഗ്ലാദേശ് താരം മുസ്തിഫുൾ റഹ്മാനെ തന്റെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ ഷാരൂഖ് ഖാനെതിരായ ഒരു വികാരമായി ഈ സാഹചര്യങ്ങൾ മാറുന്നതിന് ഇടയാക്കിയിരിക്കുന്നത്. ഷാരൂഖ് രാജ്യദ്രോഹി എന്നതാണ് ഉത്തർപ്രദേശിലെ മുൻ MLA കൂടിയായ സംഗീത് സിംഗ് സോം കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ സഹോദരന്മാർ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഷാരൂഖ് മുസ്തഫിസുറിനെ ടീമിലെടുക്കുന്നത് എന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ കാരണമാണ് താൻ ഇങ്ങനെ ഉയരത്തിൽ ഒരു സ്ഥാനത്തെത്തിയത് എന്നത് ഷാരൂഖ് ഖാനെ പോലെയുള്ളവർ ചിന്തിക്കണം. ഷാരൂഖ് ഖാൻ ഒരു രാജ്യദ്രോഹി എന്നതായിരുന്നു സംഗീത് പറഞ്ഞത്. ബംഗ്ലാദേശി താരങ്ങളെ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഒരു ഭീഷണി കൂടി സംഗീതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മുൻ MLA കൂടിയായിരുന്ന വ്യക്തിയാണ് ഈ രീതിയിൽ വലിയ ഭീഷണിയുമായി രംഗത്തെത്തുന്നത്. ഷാരൂഖ് ഖാൻ ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. രാജ്യം വിടണമെന്നും ഷാരൂഖ് ഖാൻ ഈ രാജ്യം വിട്ടു പോകണമെന്നും സംഗീത് സോമൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രാജ്യദ്രോഹികൾക്ക് ഒരു ക്ഷാമവുമില്ലെന്നും അവർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം അവർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നത് തുടരും എന്നുകൂടിയാണ് സംഗീത് പറയുന്നത്. അതിന് പിന്നാലെ തന്നെ ഷാരൂഖിന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു ഹിന്ദു മഹാസഭയുടെ നേതാവ് കൂടി രംഗത്ത് വരികയാണ്. വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഷാരൂഖ് ഖാന്റെ നാവെടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദു മഹാസഭയുടെ ആഗ്ര പ്രസിഡന്റ് മീര റാത്തോഡ്. ബംഗ്ലാദേശിൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരെ ചുട്ടുകൊല്ലുകയാണ് ഈ മനുഷ്യൻ, അവരെ വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഷാരൂഖ് ഖാനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. ഷാരൂഖ് ഖാന്റെ കട്ടൗട്ടിന് മുകളിലൊക്കെ മഷി പുരട്ടുകയും മുഖത്തടിക്കുകയും ഷൂ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ നാവറക്കാനുള്ള ഒരു
ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു പാരിതോഷികം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഹിന്ദു മഹാസഭയുടെ നേതാവ് നടത്തുന്നത്. നമ്മുടെ സഹോദരന്മാർക്ക് ഇത് സംഭവിച്ചാൽ ഞങ്ങൾ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി ഷാരൂഖ് ഖാനെതിരെ തിരിക്കാനുള്ള ശ്രമം കൂടി നടന്നു വരുന്നത്. എന്തായാലും അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റാണ് മീര റാത്തോഡ്. വളരെ പ്രകോപനപരമായ ആഹ്വാനമാണ് മീര റാത്തോഡ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ബംഗ്ലാദേശിൽ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നതൊരു വസ്തുതയാണ്. ഇന്ത്യ ആ സാഹചര്യങ്ങളൊക്കെ വളരെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സാധ്യമായ നിലയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ചില നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവർ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിനകത്ത് ഈ രീതിയിലുള്ള വിദ്വേഷതരമായ തരത്തിലൊക്കെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നത്. പക്ഷേ അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടണം. വളരെ പ്രകോപനപരമായ പ്രസ്താവനയാണ്, ഭീഷണിയാണ് ഷാരൂഖ് ഖാനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതെന്തായാലും അയൽ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇന്ത്യ അവിടെ വളരെ ശക്തമായ നിർണായകമായ നീക്കങ്ങളൊക്കെ നടത്തി വരികയാണ്. ഈ ബീഗം ഖാലിദ സിയയുടെ മരണം സംഭവിച്ച അവസരം ആ അവസരം പോലും ഇന്ത്യ ബംഗ്ലാദേശിന്റെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അത്തരം നിർണായകമായ ചില നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചനക്കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് രാജ്യത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖാലിദ സിയയുടെ ആശയങ്ങൾ തുടരാൻ കഴിയട്ടെ BNPക്ക് എന്ന ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാകട്ടെ എന്നാണ് ആ സന്ദേശത്തിൽ മോദി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ അത് ഇന്ത്യ നൽകുന്ന ശക്തമായ ഒരു സന്ദേശം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുഖേനയാണ് പ്രധാനമന്ത്രി BNP ആക്ടിംഗ് ചെയർമാൻ കൂടിയായ താരിഖ് റഹ്മാന് ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ താരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്നാണ് ഈ കുറിപ്പിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്ന സന്ദേശം. 2026 ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യ നയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് ഈ രീതിയിലുള്ളൊരു പിന്തുണ അറിയിച്ചുകൊണ്ടാണ്. ആകെ കലുഷിതമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ആശങ്ക അറിയിച്ച് ഇന്ത്യ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലമൊക്കെ നിൽക്കുമ്പോഴാണ് BNPക്ക് ഇന്ത്യ പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പിന്തുണ കത്ത് നൽകിയിരിക്കുന്നത് അവിടെ സുസ്ഥിരമായ ഒരു ഭരണം, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണം എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് ഒരു തരത്തിൽ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറുന്നതിനുള്ള പരിഹാരം എന്ന് ഇന്ത്യ അറിയുന്നു. അതിന് എല്ലാവിധത്തിലുമുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് BNPക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പിന്തുണ എന്നത്. ആ രീതിയിൽ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ രാഷ്ട്രം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവിടെ സാധ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയാണ്. ആ ഘട്ടത്തിൽ രാജ്യത്ത് ആ വിഷയം മറ്റൊരു തരത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അപലപിക്കപ്പെടേണ്ടതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഷാരൂഖ് ഖാനെ പോലെ ഒരു താരത്തെ നമുക്കറിയാം, സ്പോർട്സ് എന്ന് പറയുന്നത് മറ്റ് തരത്തിലുള്ള എല്ലാ വിഷയങ്ങളുമായി വേറിട്ടാണ് നമ്മൾ കാണുന്നത്. അത് സൗഹൃദത്തിൻ്റെ പാത തുറക്കുന്നതാണ്. അതിൽ ഒരു താരത്തെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, അത് ബംഗ്ലാദേശ് താരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാരൂഖ് ഖാനെതിരെ ഇപ്പോൾ ഉയരുന്ന ഈ ഭീഷണി അത് വകവെച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. ഭീഷണി ഉയർത്തിയവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പുതുവർഷം ആയതോടുകൂടി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ആകെ മൂഡ് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ മുന്നണികളും
തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തിക്കൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതുമുണ്ട്. അപ്പോൾ ഇടതുമുന്നണി എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ ഇടതുമുന്നണിയെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും LDFനെ നയിക്കുക. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും പിണറായി വിജയൻ ജനവിധി തേടാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം പിണറായി മാറി നിന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമാകുന്നത്. കഴിഞ്ഞ തവണ കർക്കശമായി നടപ്പാക്കിയ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പല സിറ്റിംഗ് MLA-മാർക്കും ഇക്കുറി സീറ്റ് ഉണ്ടാകും എന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉരുത്തിരിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും പിണറായി എന്ന ഒരു ചോദ്യം ഉയരുന്നു. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കിയ പിണറായി വിജയൻ അല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ മുന്നണിയെ നയിക്കുന്ന CPM-നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDFനെ നയിക്കാൻ മറ്റൊരു നേതാവ് എത്തുമോ എന്ന ചില അഭ്യൂഹങ്ങൾക്കെങ്കിലും ഇടയാക്കിയത്. അത്തരം ചർച്ചകൾ ചില കോണുകളിലെങ്കിലും ഉയരാൻ ഇടയാക്കിയത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ വരുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് ഒന്ന് കാണാം. അത് പലരും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. ഉചിതമായ സമയത്ത് പാർട്ടിയാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രിയും സസ്പെൻസ് നിലനിർത്തിയാണ് സംസാരിച്ചത്. എന്താണ് CPM-ന്റെ രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു വിശദീകരണം നൽകിയത്. ആ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ അവസാനമാകുന്നത്. പിണറായി തന്നെ മുന്നണിയെ നയിക്കാൻ CPM നേതൃയോഗങ്ങളിൽ ധാരണയായിരിക്കുന്നു എന്ന വ്യക്തമായ വിവരമാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ടത്. 3ാം തുടർ ഭരണം ലഭിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും. ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുമോ എന്നതിൽ ഇപ്പോഴും തീരുമാനമില്ല. അതിന് സാധ്യതയില്ല എന്ന വിവരങ്ങളുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ ഉള്ള ഒരു ധാരണയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയനിലേക്ക് തന്നെ പാർട്ടി എത്തുന്നത്? പാർട്ടിയിലും മുന്നണിയിലും പിണറായി വിജയനുള്ള ആധിപത്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, മറിച്ചൊരു വാക്ക് പറയാൻ ഇല്ലാത്ത വിധത്തിൽ പാർട്ടിയിൽ ഉള്ള പിണറായി വിജയനുള്ള ആധിപത്യം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഘടകം. മുന്നണിയെ 2ാം തവണ അധികാരത്തിലെത്തിച്ച നേതൃമികവ്, ഒപ്പം തന്നെ മുന്നണിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ശേഷി, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നത്, അതിൽ അസ്വാരസ്യങ്ങളില്ല എന്നത് കാണുകയാണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, കോടിയേരിയുടെ അഭാവത്തിൽ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താനാകാത്തതും പിണറായി വിജയൻ എന്ന ഒരു പേരിലേക്ക് വീണ്ടും പാർട്ടിയും മുന്നണിയും എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ്. പിണറായിയെ മാറ്റിയാൽ ഭരണ പരാജയം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ ഉണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ നേതൃതലത്തിൽ അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് പരാജയം പാർട്ടി അംഗീകരിക്കുന്നു, മുന്നണി അംഗീകരിക്കുന്നു എന്ന ഒരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കും എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് അത്തരമൊരു നീക്കം വേണ്ട എന്ന പാർട്ടിയും മുന്നണിയും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളാലാണ് പിണറായി തന്നെ നയിക്കട്ടെ എന്നതിലേക്ക് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത്. ഇനി ടേം വ്യവസ്ഥ പാലിക്കുകയാണ് എങ്കിൽ പിണറായിക്ക് മത്സരിക്കുക സാധ്യമല്ല. അപ്പോൾ ടേം വ്യവസ്ഥ മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്. അപ്പോൾ ടേം വ്യവസ്ഥയുടെ ഭാവി എന്ത് എന്നൊരു ചോദ്യം പ്രധാനമായും അവിടെ ഉയരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായി CPM ടേം വ്യവസ്ഥ നടപ്പാക്കിയത്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവരെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചുക്കാൻ പിടിച്ചിരുന്നത്. മന്ത്രിസഭയിലും പാർട്ടി ആ മാറ്റം കൊണ്ടുവന്നു. മുഖ്യമന്ത്രി ഒഴികെ പഴയ മന്ത്രിസഭയിലെ ഒരാളെ പോലും 2ാം സർക്കാരിന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല.
ഈ ടേം വ്യവസ്ഥയ്ക്കും മാറ്റം വരാൻ പോവുകയാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടും. ഇതിനായി ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ CPM ആലോചിക്കുമ്പോൾ, തുടർഭരണം ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ ആ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് പാർട്ടി കരുതുന്നത്. ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ പാർട്ടി തീരുമാനമെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഇളവ് വരുന്നതോടുകൂടി പിണറായി വിജയനും KK ശൈലജ അടക്കമുള്ള നേതാക്കൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നതാണ് കരുതുന്നത്. 2 ടേം പൂർത്തിയാക്കിയ 23 MLA-മാർ നിയമസഭയിൽ ഉണ്ട്. അപ്പോൾ ഈ ടേം വ്യവസ്ഥ മാറ്റുകയാണെങ്കിൽ അതിൽ കുറേ പേർക്ക് ആ ഇളവ് ലഭിക്കും. അധികാരത്തിൽ വരാനുള്ള 71 എന്ന മാജിക് നമ്പർ കടക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന ബോധ്യം പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതും ഈ തീരുമാനത്തിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് ചില മണ്ഡലങ്ങളിൽ ചിലർ തന്നെ നിന്നാലേ അത് നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നൊരു ബോധ്യം പാർട്ടിക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ടേം വ്യവസ്ഥ കർശനമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തുന്നത്. ഒരുപക്ഷെ ടേം വ്യവസ്ഥ കൊണ്ട് നഷ്ടം സംഭവിച്ച തോമസ് ഐസക് ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്തരം പരീക്ഷണങ്ങൾക്ക് പോലും സാധ്യതകൾ ഉണ്ട്. മുഖ്യമന്ത്രി തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്താനുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് മുഖ്യമന്ത്രി 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം തുടർ ഭരണത്തിന് അനുകൂലമായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ ജനങ്ങൾ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ തുടർ ഭരണത്തിന് വഴിവെച്ചിട്ടുണ്ട്, അതിലൊരു ഘടകമായിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തുടർ വാർത്താ സമ്മേളനങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി ആ രീതിയിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കൊള്ള വിഷയം അത് UDF-നെതിരെ തിരിച്ചുവിടുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെയാണ്. സോണിയാഗാന്ധിയെ പോറ്റി കണ്ടത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആ വിഷയം, അതിൻ്റെ വിരൽ UDF-ലേക്ക് തിരിച്ചുവിട്ടത്. സ്വർണ്ണക്കൊള്ളയിൽ 2ാം തവണ വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പോറ്റി കയറിയത് അവിടെയാണ് ആദ്യം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ആരോപണം എന്ന UDF-ലേക്ക് തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്ക് ഉപകാരപ്പെടും എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ ശക്തമായ നിലപാടും രാഷ്ട്രീയ പ്രതിരോധവും തീർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, മന്ത്രിമാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കുറയുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ വിമർശനങ്ങളും അത്തരം സമീപനങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിന് മുന്നണിക്കും പ്രതിരോധം തീർക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരിക്കുകയാണ്. പല വിഷയങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം, പല മന്ത്രിമാരും അക്കാര്യങ്ങളിലൊക്കെ മൗനം തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. മന്ത്രി V ശിവൻകുട്ടിയെ പോലെയുള്ള ചിലർ മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നത് എന്നത് നമ്മൾ കാണുന്നതാണ്. ആ ഘട്ടത്തിലാണ് മന്ത്രിമാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും സർക്കാരിനെ പ്രതിരോധം തീർക്കുകയും വേണം, അത് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കുകയും വേണം എന്ന ഒരു ശക്തമായ നിർദ്ദേശം കൂടി സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തി 3ാം ഭരണം ഉറപ്പിക്കാനാണ് ഇപ്പോൾ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, CPI നേതൃയോഗങ്ങളിൽ പല ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സർക്കാരിനെതിരായ വിമർശനമുണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ ഏകാധിപതി എന്ന നിലയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കാണുകയാണ്. ആ ഘട്ടത്തിലും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാനാണ് CPM തയ്യാറെടുക്കുന്നത്, മുന്നണിയും തയ്യാറെടുക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കും 3ാം തുടർ ഭരണം തേടിയുള്ള CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുക, അത് നടപ്പാക്കപ്പെടുക, അത് പരീക്ഷിക്കപ്പെടുക. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു. പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മുസ്ലിം ലീഗിനെതിരെ തുറന്നടിച്ചാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്.
മതകലഹമുണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുകയാണ് എന്ന ഒരു ആരോപണമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. മാറാട് ആവർത്തിക്കാനാണ് ശ്രമം എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം CPIക്കെതിരെയും വീണ്ടും രംഗത്ത് വരുന്നു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക കൂടിയാണ് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ സംഭാവനകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മുസ്ലിം ലീഗ് മതകലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. മാറാട് ആവർത്തിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് എന്നത് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം സമുദായത്തെ ഈഴവർക്കെതിരെ തിരിക്കാൻ നോക്കുന്നു എന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുകയാണ്. ലീഗ് സാമൂഹിക നീതി നടപ്പിലാക്കിയില്ലെന്നും മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് മുട്ടിന് കോളേജുണ്ട്, ഈഴവ സമുദായത്തിന് നൽകിയത് ഒരു എയ്ഡഡ് കോളേജ് മാത്രമാണ്. ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് എന്ത് ചെയ്തുവെന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തണം. അതിന് താൻ വെല്ലുവിളിക്കുകയാണ് ലീഗിനെ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. താൻ സത്യം പറഞ്ഞതിന് തന്നെ വേട്ടയാടുകയാണ് എന്ന ഇരവാദം കൂടി ഇന്ന് വെള്ളാപ്പള്ളി നടത്തി. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം ഇതൊരു മതവിദ്വേഷമായി. ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹം ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അതിന് ഉത്തരത്തിന് പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂളിൽ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിൽ ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. ഇന്നലെ ഈ കോളേജ് അനുവദിക്കുന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആണ് വെള്ളാപ്പള്ളി വലിയ രീതിയിൽ പ്രകോപിതനായത്. ശിവഗിരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളിയോട് ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ അദ്ദേഹത്തെ അത് പ്രകോപിപ്പിച്ചു. അപ്പോൾ അതിനുള്ള ഒരു വിശദീകരണം എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ എന്താണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ച പഴയ ചോദ്യം, കഴിഞ്ഞ ദിവസത്തെ ചോദ്യമെന്ന് കാണാം. വെള്ളാപ്പള്ളി അതിനോട് പ്രതികരിച്ചതും ഒന്ന് കണ്ടിട്ട് തിരിച്ചെത്താം. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി. അപ്പോൾ കോളേജ് അനുവദിച്ച് കിട്ടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇപ്പോഴത്തെ സർക്കാരല്ലേ എന്ന് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചത്. അതിന് മൈക്ക് തട്ടിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ പ്രകോപിക്കപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ ഇന്ന് ആ വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചത്. പക്ഷേ വിശദീകരണം നൽകുമ്പോൾ ആ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് അധിക്ഷേപിച്ചുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അയാൾ തീവ്രവാദിയാണ്, MSF നേതാവാണ്, മുസ്ലിങ്ങളുടെ വക്താവാണ് തുടങ്ങിയതായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്, തൻ്റെ പ്രായത്തെ പോലും മാനിച്ചില്ല, ഒരു മര്യാദയുമില്ലാതെയാണ് തന്നെ വളഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മാധ്യമ പ്രവർത്തകനെതിരെ വെള്ളാപ്പള്ളി ഇന്ന് ഉയർത്തിയത്. എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചു, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിനൊന്നും നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഇത് ശിവഗിരിയാണ്, ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്.
അത് സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരിക. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എന്നെ നേരെയും വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു ഞാൻ പറഞ്ഞു, ഇതിവിടെ സമ്മാനിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല, ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവിടെ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവർ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ. വളരെ സൗമ്യനായി ഒക്കെ സംസാരിച്ചു തുടങ്ങിയതാണ്. അവസാനം തീവ്രവാദി എന്ന വിളിയിലാണ് ആ വിശദീകരണം അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനി CPIയോടുള്ള സമീപനം എന്താണ് എന്നതുകൂടി നോക്കിയാൽ, തെരഞ്ഞെടുപ്പിലെ തോൽവി CPI പരിശോധിക്കണം എന്ന വിമർശനമുയർത്തിയ വെള്ളാപ്പള്ളി താൻ പിണറായിയുടെ ജിഹ്വ അല്ല എന്ന് പറയുന്നു. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ മാത്രമാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു, നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മറ്റൊരു കാര്യം കൂടി CPIയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പറഞ്ഞു. CPIക്കാർ കാറിൽ കയറ്റില്ല, പക്ഷേ അവർക്ക് കാശാണ് വേണ്ടത്. കൊടുത്തതിൻ്റെ കണക്കുകൾ മര്യാദ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് താൻ പറയാത്തത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു നിർത്തി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിലൊന്നും പറഞ്ഞില്ല. CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞു, ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനിതാണ്. TV തോമസ്, MN ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നു. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയും ചെയ്യും. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ CPI കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ വിമർശനം, ബിനോയ് വിശ്വം ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞത്. തൻ്റെ പണം വേണം, പക്ഷേ കാറിൽ കയറ്റില്ല എന്നതാണോ പറയുന്നത്? കാറിൽ കയറണമെന്ന് താൻ പറഞ്ഞോ എന്നത് ഉൾപ്പെടെ വെള്ളാപ്പള്ളി തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും CPI മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ വീണ്ടും ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പറഞ്ഞത്. CPIക്കാർ തെറ്റായ വഴിക്ക് ഒരൊറ്റ പൈസ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല, ഫണ്ട് പിരിച്ചു കാണും. വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിനാണ് ബിനോയ് വിശ്വം ഈ രീതിയിൽ മറുപടി നൽകിയത്. വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് കൂടി ബിനോയ് വിശ്വം മറുപടി പറയുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയ വിവാദത്തിലാണ് ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ് എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. തന്റെ നിലപാട് താൻ പറയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹവും പറയും, അതിലെ ശരി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് മറുപടിയായി എന്ന് പറഞ്ഞത്. ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ ആവർത്തിച്ചുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്നതാണ്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ മുന്നണിക്കുള്ളിലെ ഭിന്നത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് വരെ മറുപടിയുമായി രംഗത്ത് വരുന്നത് അത് മുന്നണിക്കുള്ളിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത
കൃത്യമായും വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഘട്ടത്തിൽ ആ അവസരം പ്രതിപക്ഷം മുതലെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചതിലും ലീഗ് വർഗീയ സംഘർഷത്തിന് ശ്രമം നടത്തുന്നു എന്ന ആരോപണത്തിലുമൊക്കെയാണ് ഇന്ന് വിമർശനവും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും കുടപിടിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ മുഖ്യമന്ത്രിയിൽ വെൽക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് തുടർന്നോട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൂടിയാണ് വെള്ളാപ്പള്ളി ഈ രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തട്ടെ എന്നത് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ സാഹചര്യം ഇത്ര വരെ എത്തിയിട്ടും കാര്യങ്ങൾ വ്യക്തമാകാത്തത് ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെയാണ് എന്ന് തോന്നിപ്പോകും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചത്. ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഒരാൾ വർഗീയവാദിയാകുമോ എന്നൊരു ചോദ്യം കൂടി MV ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. CPMന്റെ ബ്രാഞ്ചിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഉള്ള ആളല്ല വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാടുകളെ അംഗീകരിക്കും, അതിന് വിരുദ്ധമായ നിലപാടുകളെ CPM അംഗീകരിക്കില്ല എന്നുകൂടിയാണ് MV ഗോവിന്ദൻ പറയുന്നത്. മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ തുടങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ സർക്കാരുമായി ഇടപെടൽ നടത്തി പരിഹരിക്കുമെന്ന ഒരു കാര്യം കൂടി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. വളരെ വ്യക്തമല്ലേ പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ വർഗീയവാദിയാകുമോ? നിങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിലല്ലേ നോക്കാം. അതിലല്ലോ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. വർഗീയവാദിയായി ചിത്രീകരിക്കാനില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കാർ യാത്ര വിവാദമായത് അപഹാസ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് SNDP മുഖപത്രം യോഗനാഥത്തിൽ ഇന്നൊരു ലേഖനം കൂടി വന്നിട്ടുണ്ട്. അധസ്ഥിത സമൂഹത്തോടുള്ള അസഹിഷ്ണുത തുടരുകയാണ് എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. ഐത്തത്തിന്റെ വൃത്തികെട്ട മുഖമാണ് വെളിവായതെന്നും പിന്നാക്കക്കാരൻ കാറിൽ കയറിയതാണ് പരിഹാസത്തിന് കാരണമെന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. പാവപ്പെട്ട സമുദായത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി എന്നും യോഗനാഥം എഴുതിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്, അതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തോടുള്ള കാഴ്ചപ്പാടല്ല. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളെ സമുദായം ഏറ്റെടുത്ത് അധസ്ഥിത സമൂഹത്തോടുള്ള കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയാതിരിക്കാനാകില്ല. ഏതായാലും പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് പിണറായി വിജയന് നൽകുന്നത് എന്നതാണ് വെള്ളാപ്പള്ളി അവകാശപ്പെടുന്നത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മൂന്നാം തുടർഭരണ സ്വപ്നം തകർക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരാഗ്രഹം വെള്ളാപ്പള്ളിക്കുണ്ടെങ്കിൽ സ്വയം ഒരു നിയന്ത്രണം വെള്ളാപ്പള്ളിക്ക് തന്നെ ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതാണ് എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ചെയ്യേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന് ഇനിയെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതാണ് കേരളത്തിനും നല്ലത്. തിരുവനന്തപുരത്ത് BJP ആദ്യമായി തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം തുടങ്ങിയിരിക്കുന്ന ദിവസങ്ങളാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിൽ ശ്രീലേഖ തുടങ്ങിവെച്ച പോര് നമ്മൾ കണ്ടതാണ്. അതിൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന സൂചനകളാണ് ശ്രീലേഖ എന്ന കൗൺസിലർ നൽകുന്നത്. ശ്രീലേഖ കൗൺസിലർ ഓഫീസിൽ പുതിയ നെയിം ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ എന്ന നെയിം ബോർഡ് MLA VK പ്രശാന്തിന്റെ നെയിം ബോർഡിന് മുകളിലാണ് നൽകിയിരിക്കുന്നത്.
നെയിം ബോർഡിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീലേഖ. അതിനൊപ്പം തന്നെ തനിക്കെതിരെ കേസെടുത്തവർക്ക് ഉള്ള ഒരു മറുപടി കൂടി ശ്രീലേഖ അതിൽ നൽകുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരമേറ്റ 2ാം ദിവസമാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന് പ്രശാന്തിനോട് വാർഡ് കൗൺസിലറായ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ വിവാദമായത്. അതിനെതിരെ CPM രംഗത്ത് വരുന്നു. അത് അസഹിഷ്ണുതയുടെ പ്രകടനമാണ് എന്നതാണ് CPM ചൂണ്ടിക്കാട്ടിയതെങ്കിൽ ഒരു സഹോദരനോട് അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ് ചെയ്തതെന്നാണ് അക്കാര്യത്തിൽ ശ്രീലേഖ പറഞ്ഞത്. എന്നാൽ നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ 10 മാസം മുമ്പ് തന്നെ കോർപ്പറേഷന് കത്ത് നൽകിയതായി പ്രശാന്ത് മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ താൻ ഒഴിയില്ല എന്നത് പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. ശ്രീലേഖയുടെ ആവശ്യം സാമാന്യനീതിയുടെ ലംഘനമാണ് എന്നതാണ് പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയത്. MLA കൗൺസിലർ വിളിച്ച് ആവശ്യപ്പെടുന്നത് ശരിയല്ല. നേതൃത്വം അറിഞ്ഞാണോ വിളിച്ചതെന്ന് അറിയണം. 7 വർഷമായി MLA ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊക്കെയായിരുന്നു VK പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യങ്ങൾ. VK പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ എന്തായാലും ഇപ്പോൾ സ്വന്തം നെയിം ബോർഡ് സ്ഥാപിച്ച് ഒന്നുകൂടി ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രീലേഖ. ഇപ്പോൾ നെയിം ബോർഡിന്റെ ചിത്രങ്ങൾ ശ്രീലേഖ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടുള്ളത്. അപ്പോൾ താൻ ഈ വിവാദത്തിൽ ഒട്ടും പിന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. MLA ഓഫീസ് ഒഴിയാൻ പ്രശാന്തിനോട് ശ്രീലേഖ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതോട് തുടങ്ങിയ വിവാദത്തിന് ഒരു തുടർച്ച എന്ന നിലയിൽ വേണം നമ്മൾ ഈ നെയിം ബോർഡിനെ കാണാൻ. അത് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA എന്നതിന് മുകളിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. MLAക്ക് മുകളിലല്ല ഒരു കൗൺസിലർ എന്നതാണ് ഈ വിവാദങ്ങളിലൊക്കെ CPM ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം. അത് പ്രോട്ടോകോൾ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നിടത്താണ് ശ്രീലേഖയുടെ നെയിം ബോർഡ് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു മറുപടി ശ്രീലേഖ നൽകിയിരിക്കുന്നത്. VK പ്രശാന്തിന്റെ ഓഫീസിനോട് ചേർന്നാണ് ശ്രീലേഖ കൗൺസിലർ ഓഫീസ് തുറന്നിരിക്കുന്നത്. അതിന്റെ അസൗകര്യം എന്താണ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ഓഫീസ് ഒഴിയണമെന്നൊരു ആവശ്യം പ്രശാന്തിനോട് ഉന്നയിച്ചിരുന്നത്. അത് ആ അസൗകര്യങ്ങൾ എന്താണ് എന്നത് ശ്രീലേഖ മാധ്യമങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അത് വളരെ ഇടുങ്ങിയ മുറിയാണ്, അവിടെ ഇരിക്കാൻ സൗകര്യമില്ല, അതിന് നേരിട്ടുള്ള എൻട്രൻസ് ഇല്ല, വാഷ്റൂമിലാണ് മറ്റ് ഫയലുകളും മറ്റും സൂക്ഷിക്കുന്നത്. ഇതൊക്കെ അസൗകര്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഓഫീസ് ഒഴിയണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ CPM ഏറ്റെടുക്കുകയും അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ BJP കാട്ടുന്ന അസഹിഷ്ണുതയായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ശ്രീലേഖ ഇപ്പോൾ വീണ്ടും അതിലുള്ള ഒരു ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു നെയിം ബോർഡ് സ്ഥാപിക്കുകയും അത് ഫേസ്ബുക്കിലൂടെ തന്നെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ ശ്രീലേഖ കൗൺസിലർ ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ തന്നെ താൻ ഉണ്ടാകും എന്നത് ആ വിവാദ ദിവസം തന്നെ ശ്രീലേഖ ചൂണ്ടിക്കാട്ടിയതാണ്. അങ്ങനെയുള്ള ഒരു തരത്തിൽ അവസാനിച്ചു എന്ന് കരുതുന്ന വിവാദങ്ങളാണ് ഇപ്പോൾ ഈ നെയിം ബോർഡ് സ്ഥാപിച്ചതിലൂടെ അതിൽ നിന്നൊട്ടും പിന്നോട്ടില്ല താൻ എന്ന നിലപാട് ശ്രീലേഖ പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് 75 ചതുരശ്ര അടിയുള്ള ഇത്തിരിപ്പോന്ന ഒരു കുഞ്ഞൻ ഓഫീസാണ് തനിക്കുള്ളത്. മുറിക്ക് ചുറ്റിനും ടൺ കണക്കിന് മാലിന്യമാണ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ അപാകതകൾ കൂടി പുറത്തു കൊണ്ടുവരാൻ ശ്രീലേഖ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ശ്രീലേഖ പങ്കുവച്ചിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ കൂടി വിശദീകരണം എന്ന നിലയിലാണ് ഒരു വിശദീകരണ കുറിപ്പ്, ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത്. 31 വലിയ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഒട്ടേറെ പേർ കാണാൻ വന്നു, കുറേയധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി, കുറേയധികം കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്കുള്ള ദിവസം ആയി ന്യൂ ഇയർ കടന്നുപോയി എന്നതാണ് പറയുന്നത്. പുതിയ കൗൺസിലർമാർക്കുള്ള ട്രെയിനിങ് പരിപാടിയിൽ പങ്കെടുത്ത കാര്യം പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷനിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കേൾക്കുന്ന വാർത്ത ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നതാണ്. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി അത് തുറന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് എനിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് തുരുങ്കിൽ അടയ്ക്കണമെന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി DGPക്ക് തുടർ നടപടികൾക്കായി അയച്ചുവെന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നതാണ് ശ്രീലേഖ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു പുതിയ കൗൺസിലേഴ്സിന്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രി വൈകിട്ട് വന്നപ്പോൾ കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്.
ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ പരാതിയിൽ വലിയ പരിഹാസമാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ആ നെയിം ബോർഡ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താൻ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും താൻ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ശ്രീലേഖ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ വിഷയം ചർച്ചയാകുമ്പോൾ അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനില്ല എന്നതാണ് മേയർ വി രാജേഷ് സ്വീകരിച്ചിരുന്ന നിലപാട്. അതിൽ എന്താണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് എന്നത് ചെയ്യും എന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ധാർഷ്ട്യമോ അധികാരമോ പ്രയോഗിക്കില്ല എന്ന ഒരു ഉറപ്പുകൂടി മേയർ നൽകിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല എന്ന് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയം CPM ഒന്നാകെ ഏറ്റെടുക്കുന്നു. അവർ വലിയ രാഷ്ട്രീയ വിവാദമാക്കി തന്നെ ഇതിനെ മാറ്റുമ്പോൾ BJP ആ നിലയ്ക്ക് ഈ വിഷയം ഏറ്റെടുത്തിരുന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. അത്തരം പ്രതികരണങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മേയർ വി രാജേഷ് തന്നെ അതിനെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിച്ചത് കൂടി നമ്മൾ കണ്ടതാണ്. ഭരണത്തിന്റെ തുടക്ക നാളിൽ തന്നെ ഇത്തരമൊരു വിവാദം ഉടലെടുക്കുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന ഒരു തിരിച്ചറിവിന്റെ ഭാഗമായി കൂടിയാണ് BJP ആ വിഷയത്തെ അങ്ങനെ സമീപിച്ചിരുന്നത്. പക്ഷേ ശ്രീലേഖ ഒട്ടും പിന്നോട്ടില്ല എന്നതിന്റെ കൃത്യമായ സൂചന നൽകുന്നു. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി വരും എന്ന സൂചനകളുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ള ധാരണ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടർ വിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ശ്രീലേഖ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണോ അതോ പാർട്ടിയുടെ അനുമതി ഇല്ലാത്തതാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടുന്ന കാര്യമാണ്. എന്തായാലും ശ്രീലേഖ ഈ വിവാദത്തിൽ പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഈ നീക്കങ്ങളിലൂടെ. മോശം അയൽക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അത് പാകിസ്ഥാനുള്ള വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് പറയാം. പാകിസ്ഥാനെ മോശം അയൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ആർക്കും നമ്മോട് പറയാൻ കഴിയില്ല എന്നതാണ് ജയശങ്കർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് മോശം അയൽക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭീകരതയ്ക്കെതിരെ ശക്തമായ സന്ദേശം നൽകുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് ഇന്ത്യയുടെ സഹായ സഹകരണങ്ങൾ തേടുകയും മറുവശത്ത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നതാണ് ജയശങ്കർ പറഞ്ഞത്. നല്ല അയൽപക്ക ബന്ധങ്ങളും തുടർച്ചയായ ഭീകരപ്രവർത്തനങ്ങളും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്കും മോശം അയൽക്കാരെ ലഭിക്കാം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിനും അത്തരം മോശം അയൽക്കാർ ഉണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു രാജ്യം ബോധപൂർവം സ്ഥിരമായി പശ്ചാത്താപമില്ലാതെ ഭീകരവാദം തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഭീകരവാദത്തിനെതിരെ നമ്മുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചത്. തങ്ങൾ ആ അവകാശം പ്രയോഗിക്കുമെന്ന് ജയശങ്കർ പറയുന്നു. നാം ആ അവകാശം എങ്ങനെ പ്രയോഗിക്കുമെന്നത് നമ്മളുടെ മാത്രം തീരുമാനമായിരിക്കും എന്നതാണ് എസ് ജയശങ്കർ പറയുന്നത്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ആർക്കും നമ്മോട് പറയാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും എന്ന ഒരു കാര്യം കൂടി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, അതിൻ്റെ ശക്തമായ തിരിച്ചടി, ആ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണും എന്നത് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. ഭീകരവാദം ആയുധമാക്കുന്ന രാഷ്ട്രങ്ങളോട് ചർച്ചയില്ല എന്നതുകൂടി ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തെ തന്നെ, ആ നിലപാടിനെ തന്നെ ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കുകയാണ് ജയശങ്കർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് IIT വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ജയശങ്കർ നൽകുന്നത്. അത് മോശം അയൽക്കാർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ട് തന്നെ നമ്മൾ കാണണം. പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരവാദത്തിനെതിരെ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യക്കുണ്ട് എന്നത് ഇന്ത്യ ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. 1960 ഇന്ത്യ പാക് സിന്ധു ജല കരാർ
ആ ഉടമ്പടിയെക്കുറിച്ചുകൂടി മന്ത്രി ഇന്നിവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജലം പങ്കുവയ്ക്കൽ ക്രമീകരണത്തിനായി നമ്മൾ സമ്മതിച്ചതാണ് ആ ഉടമ്പടി. എന്നാൽ കാലങ്ങളോളം ഭീകരവാദം അനുഭവിക്കേണ്ടി വന്നാൽ നല്ല അയൽബന്ധം ഉണ്ടാകില്ല. നല്ല അയൽബന്ധമില്ലെങ്കിൽ നല്ല അയൽബന്ധത്തിലെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതാണ് നമ്മൾ ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള നൽകിയിട്ടുള്ള സന്ദേശം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ദയവായി ഞങ്ങളുമായി വെള്ളം പങ്കിടുക, പക്ഷേ ഞങ്ങൾ നിങ്ങളോട് ഭീകരവാദം തുടരും എന്ന് പറയാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പാകിസ്ഥാന് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഭീകരവാദം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് യാതൊരു സഹായവും ഉണ്ടാകില്ല എന്നതാണ് എസ് ജയശങ്കർ ഇന്ന് നൽകിയ മുന്നറിയിപ്പ്. All our neighbors will grow with us. They will have many more opportunities. I think that, in a sense, is the message which I also took to Bangladesh. And yes, I mean, they are right now heading for their elections. We wish them well in that election. We hope that once things settle down, as I said, the sense of neighborliness in this region will grow. ഇന്ത്യക്ക് പലതരത്തിലുള്ള ധാരാളം അയൽക്കാരെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ജയശങ്കർ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാത്ത അയൽക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ ദയ കാണിക്കാൻ കഴിയൂ. ആ അയൽക്കാരനെ സഹായിക്കുക എന്നതാണ് സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് ശ്രീലങ്ക ഉൾപ്പെടെ മറ്റ് നേപ്പാൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള സഹായങ്ങൾ, വിവിധ ഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള അവർ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ നേരിടുമ്പോഴൊക്കെ ഇന്ത്യ ഒരു അയൽ രാജ്യം എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന്, ഒരു അയൽ രാജ്യത്തിന് ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ സഹായമായി ഇന്ത്യ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭീകരവാദം ഇന്ത്യയോട് പ്രയോഗിക്കുമ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ രാഷ്ട്രങ്ങളോട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതായിരിക്കും എന്ന ശക്തമായ സന്ദേശമാണ് വിദേശകാര്യമന്ത്രി ഇന്ന് നൽകിയത്. അത് പാകിസ്ഥാനുള്ള സന്ദേശമാണ്. നേരത്തെ തന്നെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച നിലപാടാണ്. ഭീകരവാദം അമർച്ച ചെയ്യാതെ ഒരു ചർച്ചയുമില്ല, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉയർത്തിപ്പിടിച്ച നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരം വൈകുന്നേരത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.